ഹായ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നമ്മുടെ ടാൻ മാറാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. നമ്മൾ ടാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ഒത്തിരി ഹാർഡായ ടാൻ പിഗ്മെന്റേഷൻ അല്ല, ലൈറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഏത് രീതിയിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനും ടാനുമാണ് നമുക്ക് പെട്ടെന്ന് മാറുന്നത്, ഏത് രീതിയിലല്ലാത്തതാണ് നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റാത്തത്. ഇതിനെ കുറിച്ചും ഞാൻ ടാനും പിഗ്മെന്റേഷനും ലൈറ്റ് ആയിട്ടുള്ളത് മാറാൻ വേണ്ടിയിട്ടുള്ള DIYയുടെ കുറേ ടിപ്പുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ, താല്പര്യപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സഹായിക്കുക. നമുക്ക് വീഡിയോസിലോട്ട് കിടക്കാം. നമ്മള് ലേഡീസിന് എപ്പോഴും നമുക്ക് ഭയങ്കര വറിയാ. നമുക്ക് അങ്ങനെ അല്ലാത്തവരും ഉണ്ട്, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. നമ്മുടെ സ്കിന്ന് ഒരു പാട് വീഴുക, ഒന്ന് ചുളിവാകുക, ഒന്ന് പണ്ടത്തെ ഈ ഏജില്, നമ്മുടെ യങ് ആയിട്ടിരിക്കുന്ന ഏജിൽ നിന്നൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ ഫേസ് കാണുമ്പോൾ, നമ്മുടെ സ്കിന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടം വരിക സ്വാഭാവികമായിട്ടും മിക്കവർക്കും തന്നെ അങ്ങനെ ഉണ്ടാകും. ചിലര് പുറത്ത് പറയുന്നില്ല, ചിലരത് ഇതുപോലെ പറയും, എനിക്ക് സങ്കടം, അത് ഞാൻ പറയുന്നു. അപ്പം നമ്മുടെ സ്കിന്നിന് ടാന് അല്ലെങ്കിൽ പിഗ്മെന്റേഷനൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാകും? പല കാരണങ്ങളിൽ നിന്നും ഉണ്ടാകും. ജനറ്റിക് ആയിട്ടുണ്ടാകാം, പിന്നെ നമ്മുടെ പൊല്യൂഷൻ കാരണം ഉണ്ടാകാം, പിന്നെ സണ്ണിന്റെ ഡയറക്റ്റ് സണ്ണ് അടിക്കത്തക്ക രീതിയിൽ ജോലി ചെയ്യുന്നവര്, അല്ലെങ്കിൽ സണ്ണിന്റെ ലൈറ്റ് പതിക്കുന്നവർക്ക്, സൺസ്ക്രീനോ ഉപയോഗിക്കാത്തവർക്ക്, പിന്നെ ഉണ്ടാകുന്ന നമ്മുടെ ഹോർമോൺ ചേഞ്ച്, പിന്നെ ലേഡീസിനെ സംബന്ധിച്ച് മെനപ്പോസിന്റെ സമയം, പിന്നെ നമ്മുടെ ശരീരത്തിലെ മെനപ്പോസിന്റെ സമയം ആകുമ്പം തന്നെ നമുക്ക് ഈസ്ട്രജന്റെ അളവ് കുറയും, നമുക്ക് കൊളാജിന്റെ അളവ് കുറയുമ്പോഴാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ കൊളാജിന്റെ അളവ് കുറഞ്ഞ് നമ്മുടെ പിന്നെ ഈസ്ട്രജന്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതും, നമ്മുടെ സ്കിന്ന് ചുളുകയും, പിന്നെ ഈ പിന്നെ പീരീഡ്സ് മെനപ്പോസിന്റെ സമയത്താണ് നമുക്ക് മെലാസ്മ പോലുള്ളതൊക്കെ മിക്ക ലേഡീസിനും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ ആ സമയത്തുണ്ടാകുന്നത് നമ്മുടെ ഹോർമോൺ ചേഞ്ച്, ഇങ്ങനെ പല കാരണങ്ങൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും അവയവങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ടാന് പിഗ്മെന്റേഷനൊക്കെ നമുക്ക് പ്രത്യക്ഷപ്പെടാം. ഇത് നമുക്ക് ഈ അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്നതിനെ മാറ്റാനോ അത് നമുക്ക് ഉള്ളിൽ ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് മെനപ്പോസിന്റെ സമയത്ത് ലേഡീസിനുണ്ടാകുന്ന മെലാസ്മ പോലെയും ടാൻ പോലെയും പിഗ്മെന്റേഷൻ പോലെയൊക്കെ വന്നാൽ അത് ഗ്രാജുവലി തന്നെ മാറുന്നതായിട്ട് പലരിലും കണ്ടിട്ടുണ്ട്. അതിന് നമ്മൾ പുറമെ അത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് തന്നെ ഒരു സമയത്ത് അത് തന്നെ ഗ്രാജുവലി അത് മാറിക്കോളും. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന കാരണങ്ങൾ ഉണ്ടാകുന്ന ടാന് പിഗ്മെന്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 40+ കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ടാൻ അവിടെ നിൽക്കട്ടെ. ടാൻ 40+ന് എല്ലാ ഏജുകാർക്കും ടാൻ ഉണ്ടാകും. ഞാൻ 40+ കഴിഞ്ഞവരുടെ കാര്യം ഞാൻ പറയുന്നത്, നിർബന്ധമായിട്ട് നമ്മൾ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ കെയർ. രാവിലെയും വൈകിട്ടും നമ്മൾ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യണം. മനസ്സിലായോ? പിന്നെ നമ്മൾ ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇത് മസ്റ്റായിട്ട് 40+ കഴിഞ്ഞവർ ചെയ്യണം. പിന്നെ ടാൻ എല്ലാ ഏജിലുള്ളവർക്കും ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഈ നാച്ചുറലായിട്ട് നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫേസ് എപ്പോഴും ക്ലെൻസിങ് ആയിട്ട് വെക്കുക. നമ്മൾ രാവിലെയും വൈകിട്ടും ഉള്ള സ്കിൻ കെയർ റൊട്ടീൻ മുടക്കാതിരിക്കുക. അപ്പം തന്നെ നമ്മുടെ സ്കിന്നൊരു പകുതി നമ്മുടെ സ്കിൻ ഓക്കെ ആയി. മനസ്സിലായോ? പിന്നെ നമുക്ക് സിറ്റുവേഷൻ, നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയ ഫ്രൂട്ട്സുകളും വൈറ്റമിൻസും ഡ്രൈ ഫ്രൂട്ട്സുകളും ഒക്കെ ഉള്ളിലോട്ട് കഴിക്കാൻ പറ്റുന്നത് കുറച്ചളവിലെങ്കിലും നമ്മൾ കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, ഉറക്കം, ഇതൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട്
കൊണ്ടുപോയാൽ തന്നെ നമ്മുടെ സ്കിന്നിന് പകുതി ഒരു ഹെൽത്തി സ്കിന്നാക്കി വെക്കാനായിട്ട് നമുക്ക് കഴിയും. ഇനി നമ്മുടെ ടാൻ മാറാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചെയ്തു പോരേണ്ട 5 ടിപ്പുകളാണ് ഞാൻ പറയുന്നത്. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെ വീട്ടിലും ഉള്ളതൊക്കെ കൊണ്ടുവച്ച് തന്നെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സിറം പോലെ ഒരു ലോഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫേസിൽ എന്നും നമുക്ക് രാവിലെയോ വൈകിട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിന്നിനൊരു മോയ്സ്ചറൈസർ കൊടുക്കാനും പിന്നെ നമ്മുടെ സ്കിൻ ഒന്ന് റെജുനേറ്റ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റാണ്. ഇത് സിമ്പിൾ, ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ. ഇത് നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക തന്നെ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, റോസ് വാട്ടറും ഗ്ലിസറിനും ഒരു 5 ഡ്രോപ്സ് അല്ലെങ്കിൽ 4 ഡ്രോപ്സ് ലെമൺ ജ്യൂസും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഇതും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഡെയിലി നമ്മുടെ സ്കിന്നിൽ ടാൻ ഉള്ളവർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഒരു 15 to 20 മിനിറ്റ്സോ 15 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് നമുക്ക്, അല്ലെ ഒരു 10 മിനിറ്റ് എങ്കിലും വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. മനസ്സിലായോ? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അലോവേര ജെല്ലും നമ്മുടെ കടലമാവും കൂടെ എങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഫേസ് പായ്ക്കായിട്ട് നമുക്കിടാം. ശരിക്കും നല്ലൊരു പായ്ക്കാണ് അലോവേര ജെല്ലും. അത് വാങ്ങിക്കുന്ന ജെല്ലാണെങ്കിലും കൊള്ളാം, വീട്ടിൽ നിൽക്കുന്നതാണെങ്കിലും കൊള്ളാം. കടലമാവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പായ്ക്ക് ഇടുക, നല്ല മാറ്റം നമുക്ക് കാണും. പിന്നെ നമ്മൾക്ക് കടലമാവും കഞ്ഞിവെള്ളവും, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കടലമാവും കഞ്ഞിവെള്ളവും, പുളിപ്പിച്ച കഞ്ഞിവെള്ളവും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടൊരു ക്രീമാക്കി നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ ഇത് കടലമാവിനെ ബേസ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അലോവേര ജെല്ലോ അല്ലെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളോ ആണെങ്കിലും നമുക്ക് ടാൻ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല, നിങ്ങളൊരു 5 days ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ ഹണി എടുക്കുക, തേൻ എടുക്കുക, പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടുക. അതിൻ്റെ അകത്തോട്ട് ഈ പറഞ്ഞ പോലെ ലെമൺ ജ്യൂസ് 5-4 ഡ്രോപ്സ് ഇടുക. ലെമൺ ജ്യൂസ് ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിന് ഇടുന്നത് ചിലർക്ക് പിടിക്കത്തില്ല, അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ശേഷം ഇടുക. അഥവാ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഓവറായിട്ട് ആഡ് ചെയ്യേണ്ട, ഒരു 4 ഡ്രോപ്സ് 5 ഡ്രോപ്സ് നമുക്ക് മസ്റ്റായിട്ടും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? മഞ്ഞൾപ്പൊടി, തേന്, ലെമൺ ജ്യൂസ്, നാരങ്ങയുടെ ജ്യൂസ്, ഇത് മൂന്നും കൂടെ നമുക്ക് നമ്മുടെ ഫേസിൽ ഇടാവുന്നതാണ്. ശരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തു വന്നാൽ നമ്മുടെ ടാൻ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ തൈരിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഈ തൈരും നമ്മുടെ കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പായ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു 7 days ഒന്ന് ഇട്ട് നോക്കിക്കേ. ഇതൊക്കെ ഈ പായ്ക്ക് ഇടുന്നതൊക്കെ നമുക്ക് ഈവനിങ്ങിൽ ഇടാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടെ അത് നല്ലതായിട്ട് അബ്സോർവ് ചെയ്യുന്നത്. അപ്പൊ ഈ തൈരും കടലമാവ് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് അല്ലേ. അപ്പം കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പായ്ക്കായിട്ട് നമുക്കിടാം. അതുപോലെ തന്നെ കടലമാവും അലോവേര ജെല്ലും, അതുപോലെ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ടാൻ എന്ന വില്ലനെ നമുക്ക് കളയാൻ എളുപ്പമാണ്. നമ്മൾ മടി വിചാരിക്കാതെ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.